എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെൻ്റെ എപ്പിസോഡ് 204 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് ഷിയോ ആൻഡ് ബ്ലാക്ക് തണ്ടർ പോൾ. അവിടെ ഒരു റൂയിൻസ് ഉണ്ടായി വരുന്നത്. അവിടെ ആയിട്ട് ഒരു പിൽസ് തണ്ടർ അത് സംഭവം ചെയ്യാൻ കഴിയുന്ന ടയർ 9 ഗോൾഡൻ പില്ലായ ദ 9 മാർബലസ് ഗോൾഡൻ തണ്ടർ. പ്യൂരിഫൈഡ് ഡിമോണിക് അല്ലെങ്കിൽ നീലിറ്റ് ഡിവോറിംഗ് ഫ്ലെയിമിൻ്റെ പോലെ അതേ വാല്യൂ തന്നെയാണുള്ളത്. ഇത് അപ്പിയർ ആയി വരുമ്പോൾ ഈ ലോകം തന്നെ ഷേക്കാവും. മെയിനായിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ഒരു ഡൗസൈനിന് പോലും പോകാൻ കഴിയില്ല. അതിൻ്റെ ആരെങ്കിലും തൊട്ട ട്രേസ് പോലും ഇല്ലാതെ വാനിഷാക്കി കളയും. അതാണ് കിടിലം എന്നൊക്കെ പോലെ ഷവി പോകാൻ നേരം പിടിച്ചു നിർത്തി. ഇത് മെസ്സ് കാണിക്കാനുള്ള സമയമല്ല എന്നാൽ ഡ്രാഗൺ കണ്ടിട്ടില്ല എങ്കിലും ബ്ലാക്ക് തണ്ടർ കണ്ടിരുന്നു. അവർക്ക് നേരെ വരുന്നു, പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ പോകുന്നു. അങ്ങനെ പോയി ഷവി അത് പിന്നെ അബ്സർവ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഷിവാനെ കൊണ്ടുപോയി അതിനോട് പിന്നെ പറയുന്നുണ്ട്. എന്നാൽ ഷവിക്ക് മനസ്സിലാവുന്നില്ല. നോർമൽ രീതിയിൽ ആ ബ്ലാക്ക് തണ്ടർ വന്നിരുന്നു ഞാൻ ഒന്നും പറയില്ലായിരുന്നു. എന്നാൽ ഇതങ്ങനെയല്ല, ഓൺസ് അത് സംഭവിച്ച എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ സംഭവിച്ചു. അവരെ വലിച്ചെടുത്തുകൊണ്ട് വരുത്തി പുറകിൽ നിൽക്കുകയാണ് ആ ഡ്രാഗൺ, അങ്ങനെ പറയാം. അത് ഉണർന്നിരുന്നു. ഇത് അവർക്ക് വലിയ ഒരു അടി തന്നെയാണ്. ആ ഡ്രാഗൺ പിന്നെ അതിൻ്റെ പവർ എടുത്ത് അലറുകയാണ്. ആ സ്ഥലം തന്നെ ഷേക്കാവുന്ന രീതിയിൽ പോവുകയാണ്. പിന്നെ ഷീവയെ നേരെ പവറാക്കിയിട്ട് വിടുന്നു, അവന് നേരെ വിടുന്നു. അവർ അവിടെ നിന്ന് മാറിപ്പോകാൻ നോക്കുകയാണ്. എന്നാൽ അത് പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ നോർത്ത് വിങ്ങിനെ തടയാനായിട്ട് വിട്ടു. കുറച്ചായപ്പോൾ തന്നെ അത് ബ്രേക്കായി. നോർത്ത് വിങ്ങിൻ്റെ ബോഡി തന്നെ ബ്രേക്കാകുന്ന രീതിയിൽ വന്നിരുന്നു. അടുത്തൊരെണ്ണം വിട്ടു. അത് ഷീവൻ ഡ്രാഗൺ ഫോണിക്സിൻ്റെ പവറിൽ ആ ഷീൽഡ് വെച്ച് തടയിക്കണം. അങ്ങനെ അതിൻ്റെ മാക്സിമം തടയാൻ നോക്കുന്നു. അതും ബ്രേക്കായി വരുന്നു. ആ ഡ്രാഗൻ്റെ അടുത്തേക്ക് പെട്ടെന്നാണ് സ്പിരിച്വൽ എനർജി അത് വരാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് അത് നിർത്തുകയാണ്. എന്നിട്ട് ആ സ്പിരിച്വൽ എനർജി ഗാദർ ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ അവരൊന്നും ചെയ്യാതെ സെൻട്രലിൽ പോയി നിന്നിട്ട് പിന്നെയും ചെയ്യുന്നു. അതിൻ്റെ ഇൻ്റലിജൻറ്റ് കൂട്ടുന്നു. അങ്ങനെ ചെയ്താൽ ടോപ്പ് ലെവലിൽ എത്താൻ കഴിയും. അത് കണ്ടിട്ട് ഇതെനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ ഒരു പവർഫുൾ ട്രം കാർഡ് തന്നെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ശവി കെട്ടിട്ട് വിളിച്ചു കൊണ്ടുപോകാൻ തടഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്താൽ നോക്കിയാൽ സോൾ ഹോൾ ചെയ്യുന്നതായിട്ട് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ശിവന പവർ അതെടുക്കണമെന്ന് അതിനെ ഉപദ്രവിക്കാനും പാടില്ല എന്നുകൂടിയുണ്ട്. പെട്ടെന്നാണ് ആ ഡ്രാഗൺ സഡൻ റിയാക്ഷൻ വരുന്നത്. അതിൻ്റെ ഡെവസ്റ്റേറ്റിംഗ് പവർ എന്നത് അത്രയും പവർഫുൾ ആയിരുന്നു. എന്തുകൊണ്ടാണ് ബോഡി ട്രീയിലേക്ക് ഇൻ്റലിജൻ്റ് ഇല്ലാതെ എന്നത് ഇപ്പോഴാണ് മനസ്സിലായി. ഇത് പിടിച്ചേർത്താൻ അത്ര എളുപ്പമല്ല. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബ്ലാക്ക് തണ്ടർ എല്ലാം അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ തടയാനായിട്ട് സാക്രിഫൈസ് ചെയ്യാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ പവർ എന്നാൽ അതിനേക്കാളായിരുന്നു. അതിൻ്റെ കൂടുതൽ ടെറിഫിക്കായ പവർ അത് വരികയാണ്. അതിൻ്റെ കൂടെ പുറപ്പുകൾ ആ ഡ്രാഗന് കഴിഞ്ഞില്ല. അവരെ അങ്ങനെ യൂസ് ആക്കാൻ സ്വന്തം ആൾക്കാർ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് കണ്ടിട്ട് സ്വയം അവരെ രക്ഷിക്കാനായിട്ട് തന്നെ അത് സ്റ്റോപ്പാക്കി. അതോടെ അത് എക്സ്ട്രീം വീക്കായിട്ട് വീഴുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് മരിക്കും. അതിന് ജീവനുണ്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്നു. അതിനോട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഇൻ്റലിജൻ്റ് ഉണ്ടാകാൻ. അത് റൈസ് ആകുമ്പോൾ ഇല്ലെങ്കിൽ ഇത്രയും എഫർട്ട് എടുത്തത് വെറുതെ ആകും. അതിന് പറ്റില്ല. ശിവൻ പിന്നെ അവൻ്റെ പ്യൂരിഫൈങ് ഡിമോണിക് ഫ്ലെയിം എനർജി കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലെ ഡിസ്ട്രക്റ്റീവ് പവർ അത് പുറത്തു വരുന്നു. അത്ര ടെറിഫിക് പവർ ശിവൻ പിന്നെ ഷവീനോട് ഗാദർ ചെയ്യാനായിട്ട് പറയുകയാണ്. ഷവി കേട്ടപാടെ ആ പവർ എല്ലാം അവൻ്റെ രീതിയിൽ കൺവെർട്ടാക്കി എടുക്കാനായിട്ട് തുടങ്ങി. അത് ശിവനിലേക്കും കിട്ടാൻ തുടങ്ങി. അവനവിടെ കൾട്ടിവേഷൻ ചെയ്യുന്നു. ആ പവർ മുഴുവനായിട്ട് എടുക്കുകയാണ്. അതോടെ ആ ഡ്രാഗൻ്റെ ഉള്ളിലേക്ക് അതെല്ലാം സ്റ്റേബിളായി. ശിവൻ ലേറ്റ് 5 സ്റ്റാർ ഡൗസൻറ്റിലേക്ക് എത്തി, അല്ലെങ്കിൽ പീക്ക്. ഷവിയുടെ കയ്യിൽ ആ ഡ്രാഗൺ ടാറ്റു ഉണ്ടായതോ അത് മാറിയിരിക്കുകയും ചെയ്തു. ശിവൻ അത് സ്റ്റേബിളായി എന്ന് മനസ്സിലാക്കിയിട്ട് സ്പിരിച്വൽ പവർ അത് കൊടുക്കുകയാണ്. അതോടെ അവിടെയുള്ള സ്പിരിച്വൽ എനർജി അത് കൂടി വരാനായിട്ട് തുടങ്ങി. പിന്നെ ഇൻ്റലിജൻറ്റ് അത് വരുത്താനായിട്ട് തുടങ്ങി. കുറച്ച് നേരം പോയ അവസാനം അത് സക്സസ് ആവുകയാണ്. അതിൻ്റെ ഫോം ചെറുതായിട്ട് മാറി. ശിവൻ്റെ അടുത്ത് വന്നിട്ട് നന്ദി പറയുന്നത് പോലെ അതിനോട് പറയുന്നുണ്ട്, ഈ ലോകത്താകെ ഉള്ള ഒരേ ഒരു ഇൻ്റലിജൻറ്റോട് കൂടിയ ഗോൾഡൻ തണ്ടർ ഇത് മാത്രമാണ് എന്ന് അതിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കിട്ടിയത് ജാക്ക് പോട്ട് അത് പിന്നെ മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് ഏൺസിൻ്റെ പോയി ഡ്രാഗൺ അവിടെ കണ്ട് അവൻ അതിശയിച്ച് 2 മാസം കൊണ്ട് ഇത്രയും പ്രോഗ്രസ്സോ. പിന്നെ സൈലൻ്റ് അങ്ങോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. സോറി ലേറ്റ് ആയതിൽ. യൂണിവേഴ്സ് അതിന് നീ ലെവൽ കൂടി വന്ന് കഴിഞ്ഞ് പീക്ക് 5 സ്റ്റാറിലേക്ക് എത്തി അങ്ങനെ പറഞ്ഞ നിൽക്ക് ചെയ്യാൻ വന്നിട്ട് നീ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. നമ്മളവിടെ വന്ന് നോക്കാൻ നിൽക്കുകയായിരുന്നു. അതിന് ശിവൻ ഞാൻ എൻ്റെ കഴിവിലാണ് അതിശയിച്ചെടുക്കുന്നത്. 2 മാസം കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റവും. ഇപ്പോൾ റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. ഇനി നമുക്ക് പോകാമല്ലോ. അവൾ ഇത്ര പെട്ടെന്ന് ശരിയാണ്. സോൾ ഹാളിനെ ഡിഫീറ്റ് ആക്കിയെങ്കിലും അവരിനി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അലയൻസ് ആകാനുള്ള ഒരു സാധനം അത് കൊടുത്തു. ഇത് ഏൻഷ്യൻ്റ് ബോയ് ഡ്രാഗൺ സ്കൈമാൻസ് അലയൻസ് ആയിട്ട് ജോയിൻ ആകാനുള്ളതാണ്. ശിവൻ എന്നാൽ അത് വാങ്ങാൻ നിൽക്കണം. കാരണം അവർ ഓൾറെഡി റിക്കവറായി വരികയാണ്. ഇനി സെൻട്രൽ പ്ലെയിനിൽ കൂടി വന്ന കേസ് ഉണ്ടാക്കണ്ട എന്ന് കരുതി. എന്നാൽ സിയാൻ കൊടുത്തു. നമ്മുടെ ട്രൈബിൻ്റെ തീരുമാനമാണ്. നീ നമ്മളെ 2 തവണ രക്ഷിച്ചു. ഇത് വെച്ച് നോക്കിയാൽ
എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജീവൻ കൊടുത്തായാലും കൂടെ കാണും. അവൻ കേട്ട് അതിശയിച്ച് അവള് ചിരിച്ചോണ്ട് ഇത് എൻ്റെ അല്ല, എൽഡേഴ്സ് പറഞ്ഞതാണ്. ഷിയോനെ എൻ്റെ നന്ദി പറഞ്ഞെങ്കിൽ അതിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോവാണ്. അവൾക്ക് സങ്കടമുണ്ട്. എന്തായാലും ബൈ ബൈ. അതിനുശേഷം മാസ്റ്റർ അങ്ങോട്ട് വരുന്നു. അവരെ കണ്ട് ഹാപ്പി. സൈലി നീയും വന്നു. ജൂൺവേർട്സ് അവരോട് സംസാരിക്കാനായിട്ട് പറഞ്ഞു പോയി. ഈശാനും ഷില്ലിനും നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ പൈത്തൺ ഡ്രൈവിലേക്ക് ഞാൻ അയച്ചിരുന്നു. അതുവഴിയാ നീ ഡ്രാഗൺ ഐലൻഡിൽ പോയി എന്ന് മനസ്സിലായത്. എങ്ങനെ ഉണ്ടായിരുന്നു നിന്നെ അവിടെ പോയത്? വളരെ മാസ്റ്റർ ടെൻഷനായി. സ്മൂത്ത് ആയിരുന്നു. കൊടുത്തു വരണം. ടെൻഷൻ ആവുന്നുടാ എന്ന് പറഞ്ഞിട്ട് സോൾ ഹാളിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു മൊമെന്റും ഇല്ല. ഒരു മൂവ്മെന്റും ഇല്ല. അവർ ആൾറെഡി ഉണ്ടായിരുന്ന ബ്രാഞ്ചസ് എല്ലാം എവാക്യുവേറ്റ് ചെയ്തു. ഇപ്പോൾ ഹാർഡാണ് കണ്ടുപിടിക്കാൻ. എന്തോ വലുത് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷിയുൻ ഏൻസിന്റെ പോയി ഡ്രാഗൺ അലയൻസ് ആകുന്ന ടിക്കറ്റ് അല്ലെങ്കിൽ ആ ടോക്കൺ അത് കൊടുത്തു. അതുകൊണ്ട് അവരുടെ സ്ട്രെങ്ത് കൂടുതലാവും, സ്ട്രോങ് ആകും എന്നത് പറയുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാം ഒരു ദിവസം നോർമലാകും. അപ്പോൾ അവൻ ഷിയുവിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ഈ ടൈമിലെ പിൽസ് ഗാദറിങ് അപ്രോച്ച് ചെയ്യും. അവരുടെ അലയൻസിന്റെ പവർ വെച്ച് അവർക്ക് അവിടെ പങ്കെടുക്കാൻ കഴിയും. യാവജിന്റെ പാരൻസിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മാസ്റ്ററിന്റെ പേര് അവിടെയുള്ള ക്ലാൻ സ്റ്റീലിൽ എഴുതുന്നത് എന്ന നടന്നില്ല. അതെന്താണെന്ന് ചോദിക്കേ, യാവോ ക്ലാനിലെ ഒട്ടുമിക്ക മെമ്പേഴ്സിന്റെ ലൈഫ് ഗോൾ തന്നെയാണ് അത്. ആ പേര് വരാൻ അത്ര എളുപ്പമില്ല. മാസ്റ്റർ യാവോ ക്ലാനിലും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നടക്കില്ല. ഇപ്രാവശ്യമെങ്കിലും യാവോ ക്ലാനിലേക്ക് പോകുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാനോ ഉറപ്പായിട്ടും എതിർക്കാൻ ആൾക്കാരുണ്ടാകും. ചെയ്യാനപ്പോൾ മാസ്റ്റർ നമ്മളെ ഇപ്രാവശ്യം പോകുന്നെങ്കിൽ ആ പാരൻസിന്റെ ആഗ്രഹം അത് നിറവേറ്റും. ബാക്കിയുള്ളത് ഡിസിപ്ലിൻ വിട്ടേക്ക്. മാസ്റ്റർ അവനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ളത് എങ്ങനെയായിരുന്നു എന്നത് ഓർത്തിട്ട് പ്രൗഡായി നിൽക്കണം. വളർത്തിയെടുത്തത് വെറുതെ ഇല്ല എന്നതുപോലെ മാസ്റ്ററിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ലെവലിലേക്ക് മാറി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.